ലബനാനിൽ വീണ്ടും ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ ഏറ്റുമുട്ടലിന്റെ വക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇസ്രായേൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഏത് സമയത്തും അതിശക്തമായ ഒരു ഏറ്റുമുട്ടലിലേക്ക് ഹിസ്ബുള്ളയുമായി കടക്കാൻ പോകുന്നു എന്നാണ്. കാരണം ഇപ്പോൾ ലബനാനിലെ ഹിസ്ബുള്ള അതിശക്തമായ സൈനിക സ്ട്രക്ചറുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ആയുധങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളക്ക് നേരെ അതിശക്തമായ ആക്രമണം നടത്തുമെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിലാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മീഡിയകളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾ. അതേസമയം ലബനാനിലെ സൈനിക സംവിധാനങ്ങളും ഇപ്പോൾ ഇസ്രായേലിന്റെ കടന്നുകയറ്റത്തെ ചെറുക്കാൻ ഒരുങ്ങുന്നു. ഔദ്യോഗികമായി തന്നെ ലബനാൻ ഗവൺമെന്റ് സൈനികർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. തെക്ക് ഭാഗത്ത് ഇസ്രായേൽ അതിശക്തമായ രൂപത്തിൽ കടന്നു കയറാനുള്ള ശ്രമം നടത്തുന്നു. അതിന് സൈനികപരമായി തടയണമെന്നുള്ള ഓർഡറാണ് ഇപ്പോൾ ലബനാൻ നേതൃത്വം സൈന്യത്തിന് നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ സൈന്യത്തിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലബനാനിലെ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ എത്തിയതിനു ശേഷം ഇസ്രായേൽ പലതവണ കരാർ ലംഘിച്ചുകൊണ്ട് പല ഭാഗത്തും മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇസ്രായേലിന്റെ അധിനിവേശം ലബനാന്റെ ഭാഗത്തേക്ക് തുടങ്ങുന്ന ഒരു ഘട്ടത്തിലാണ് ലബനാൻ സൈന്യം അത്തരത്തിലുള്ള ഒരു ഓർഡർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ തന്നെയാണ് ലബനാനിൽ സൈനിക നടപടി സ്വീകരിക്കാൻ പോകുന്നു എന്ന ഒരു വിവരം അമേരിക്കൻ പ്രസിഡന്റിന് ഇപ്പോൾ നെതന്യാഹു നൽകിയിരിക്കുന്നത്. ഇത് ലബനാൻ സൈനികരും അതുപോലെ തന്നെ ഹിസ്ബുള്ളയും ചേർന്ന് ഇസ്രായേലിനെതിരെയുള്ള ഒരു ആക്രമണത്തിന്റെ സാധ്യതയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും വെടിനിർത്തൽ കരാറുകളൊന്നും ഇസ്രായേലിന് ബാധകമല്ല. കരാറ് നടത്തിയാൽ പാലിക്കുക എന്ന മാന്യതയൊന്നും കാണിക്കുന്ന ഒരു രാഷ്ട്രമല്ല ഇസ്രായേൽ, അല്ലെങ്കിൽ ഒരു സംവിധാനമല്ല ഇസ്രായേൽ എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര് തന്നെ മധ്യസ്ഥരായി ഉണ്ടായാലും തങ്ങളുടെ ഈ ചെയ്തി തുടർന്നുകൊണ്ടിരിക്കും, ആക്രമണ സ്വഭാവം അവസാനിപ്പിക്കുകയില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ഗസയിൽ താൽക്കാലികമായ വെടിനിർത്തൽ ഉണ്ടായിരുന്നെങ്കിലും അവിടെയും ഇപ്പോൾ ഇസ്രായേൽ അതിശക്തമായ മിസൈൽ ആക്രമണം നടത്തുന്നു എന്ന വാർത്ത വരുന്നു. അതേ സമയത്ത് ലബനാനിലും ഇതേ സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനി സിറിയയുടെ ഭാഗത്ത് പല സമയത്തും ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. എന്നാൽ ആ ഭാഗത്തും ഇനി ആക്രമണങ്ങൾ വ്യാപിപ്പിക്കുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്.